പറഞ്ഞതുപോലുള്ള മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യം പലപ്പോഴും വരാറില്ല. അതുകൊണ്ട് അത് കഴിച്ചത് 2 മാസം ഇപ്പൊ ആന്റി തൈറോയ്ഡ് മരുന്ന് കഴിച്ചിട്ട് പിന്നീട് ഇപ്പം പ്രവർത്തനം നന്നായിട്ട് കുറഞ്ഞു പോയി. പക്ഷെ അത് സാധാരണഗതിയിൽ ഈ തൈറോയിഡിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള മരുന്നുകളൊന്നും അല്ല. ഗ്രന്ഥിക്ക് കേട് വരുത്തില്ല ഈ മരുന്നുകൾ. അതുകൊണ്ട് തന്നെ പെർമനന്റ് ആയിട്ട് ഇപ്പൊ ഹൈപ്പോ ഫംഗ്ഷൻ നിൽക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഹൈപ്പോ ഫംഗ്ഷൻ തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് മിക്കവാറും ഈ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡിന് നീര് വന്ന അവസ്ഥയിലായിരിക്കും ആദ്യം തന്നെ ഹൈപ്പോ തൈറോയിഡിസ് ഉണ്ടായിരുന്ന മരുന്ന് കഴിച്ചത്. ഇടയ്ക്ക് വെച്ചിട്ട് ഈ തൈറോയിഡിന്റെ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് ഫംഗ്ഷൻ കൂടുതലായിട്ട് കണ്ടിട്ട് അത് തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുതലായിട്ട് വിചാരിച്ച് മരുന്ന് കഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ 2 മാസം കഴിച്ച ഈ ആന്റി തൈറോയിഡ് മരുന്നുകൊണ്ട് ജീവിതകാലം മൊത്തം ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഫംഗ്ഷൻ നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള തൈറോക്സിൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഏതൊരാളെ പോലെയും നോർമലായിട്ട് ജീവിക്കാൻ പറ്റും. ഒട്ടും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അതെ, സപ്ലിമെന്റ് വേണം. അതിപ്പം ഈ ഇടയ്ക്ക് വെച്ച് തൈറോയിഡിന്റെ എതിരായിട്ടുള്ള മരുന്നുകൾ കഴിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞിരിക്കുന്ന ആൾക്ക് തൈറോയിഡിന്റെ സപ്ലിമെന്റ് എടുക്കണം. തൈറോയിഡിന്റെ സപ്ലിമെന്റ് കഴിക്കുന്ന തൈറോക്സിൻ മരുന്ന് യാതൊരു ദോഷവും ഉണ്ടാക്കാത്തതാണ്. അതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് പോകണം. അപ്പൊ 100 മൈക്രോഗ്രാം വേണ്ട ആൾ 100 ആയിരിക്കണം കഴിക്കേണ്ടത്. 50 വേണ്ട ആൾ 50 കഴിക്കുക, 200 വേണ്ട ആൾ 200 കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ശരീരത്തിന് മറ്റു ദോഷങ്ങൾ ഉണ്ടാവില്ല. ആ മരുന്നുകൾ അത് ഈ തൈറോയിഡിന്റെ പ്രവർത്തനങ്ങൾ നോർമൽ ആണെങ്കിൽ തൈറോയിഡ് കൊണ്ടല്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പാക്കാവുന്നതാണ്. മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഓക്കെ, മാഡത്തിന് സംശയം മാർക്കാണെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് നന്ദി സാർ. ചെറിയ ഇടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. തൈറോയ്ഡ് മുഴകൾക്ക് ലാപ്രോസ്കോപ്പിക് സർജറി എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ചിലർക്ക് തൈറോയിഡിൻ്റെ മുഴകൾ പുറത്തേക്ക് കാണുന്നവരുണ്ടാവും, ചിലപ്പോൾ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഹെമി തൈറോയിഡക്ടമി അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് കളയുന്നതുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ശസ്ത്രക്രിയയും ഈ ലാപ്രോസ്കോപ്പിക് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെ, നമുക്ക് സാധാരണയായിട്ടുള്ളത് ഒരു സൈഡിൽ മാത്രം മുഴയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഹെമി തൈറോയിഡക്ടമി എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തെ തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായിട്ടും നടുക്ക് ഇസ്മസ് എന്ന ഒരു കണക്റ്റിംഗ് പോർഷൻ ഉണ്ട്, അതും കൂടെ മാറ്റുന്നതിനാണ് ഹെമി തൈറോയിഡക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പറേഷനാണ് ആവശ്യമുള്ളത്. 2 സൈഡിലും മുഴകളുണ്ടെങ്കിൽ സാധാരണയായിട്ട് എന്ത് കാരണം കൊണ്ടാണെങ്കിലും, അതിപ്പം ക്യാൻസർ റീസൺ ആണെങ്കിലും അല്ലാത്തതാണെന്നുണ്ടെങ്കിലും, മൾട്ടിനോഡുലർ ഗോയിറ്റർ എന്ന് പറഞ്ഞിട്ട് ഗോയിറ്റർ മാത്രമുള്ളതാണെങ്കിലും മുഴുവൻ ഗ്രന്ഥി മാറ്റുക എന്നുള്ളതാണ് ട്രീറ്റ്മെന്റ്. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു ഭാഗവും അതിന്റെ പകുതിയും വരെയാണ് മാറ്റാൻ പറ്റുന്നത്. മറ്റേ ഭാഗത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കീ ഹോളിന്റെ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് 5 മില്ലിമീറ്റർ ഇൻസ്ട്രുമെന്റ്സ് കടത്തേണ്ടതായിട്ട് വരും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടതെന്നുള്ളത് കീ ഹോൾ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താറില്ല. ഒരു സൈഡിലെ മുഴയാണെന്നുണ്ടെങ്കിൽ അതിന് ഹെമി തൈറോയിഡക്ടമി അല്ലാതെ ചെയ്യുമെങ്കിൽ അത് തന്നെ ചെയ്യുക. 2 സൈഡും ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ ഇൻസ്ട്രുമെന്റ് കടത്തിയിട്ടാണെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ക്യാൻസർ സർജറിക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥി മുഴുവനായിട്ട് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അപ്പം ആ ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കീ ഹോൾ സർജറി വഴി തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചില സർജൻസ്മാരെങ്കിലും പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഷോർട്ട് നെക്കുള്ള ആൾക്കാർക്ക് ഈ തൈറോയിഡിന്റെ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ലാപ്രോസ്കോപ്പിക് സർജറിയും അതുപോലെ ബുദ്ധിമുട്ടുള്ളതാകും? ഇല്ല, നമുക്ക് കഴുത്തിന്റെ പൊസിഷൻ വലിയൊരു എക്സ്റ്റൻഷൻ എന്ന് പറയും. വളരെ കഴുത്തിങ്ങനെ പുറകോട്ട് മലർത്തി വെച്ചിട്ടാണ് ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്നത്, സ്പേസ് കിട്ടാൻ വേണ്ടി. ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തട്ടുന്നതുകൊണ്ട് അത്തരം ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് വരത്തില്ല. നമുക്ക് എങ്ങനെ കഴുത്ത് വെച്ചിരുന്നാലും നേരെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചരിച്ചു വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വലിയൊരു എക്സ്റ്റൻഷൻ കഴുത്ത് വരുത്തിയിട്ട് ഈ ഗ്രന്ഥിയെ പ്രോമിനന്റ് ആക്കേണ്ടതായിട്ടുള്ള ആവശ്യം ലാപ്രോസ്കോപ്പിക്ക് വരുന്നില്ല. അതുകൊണ്ട് ഷോർട്ട് നെക്ക് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഓക്കെ സാർ, സാധാരണഗതിയിൽ ഈ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആയിരിക്കും? പക്ഷേ ഒരിക്കൽ ഈ തരത്തിലുള്ള സ്കാർ ഇല്ല എന്നുള്ളത് ഒരു കാരണം. അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റേയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പെട്ടെന്ന് വൂണ്ട് ഹീൽ ചെയ്യുന്നതൊക്കെ യഥാർത്ഥത്തിൽ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് സാധാരണഗതിയിൽ കൺവെൻഷണൽ ആയിട്ടുള്ള സർജറിയെ കാട്ടി നേരത്തെ ആകും. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ലാപ്രോസ്കോപ്പി കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഒരു വിഷൻ 20 ടൈംസ് ബിഗർ ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു പ്രിസിഷനോടുകൂടി ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പാരാതൈറോയ്ഡ് ഗ്രന്ഥി അല്ലെങ്കിൽ ഞരമ്പുകളൊക്കെ വളരെ വ്യക്തമായിട്ട് വലുതായിട്ട് തന്നെ കാണാൻ പറ്റുന്നതുകൊണ്ട് അതിന്റെ സേഫ്റ്റി കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ബ്ലഡ് ലോസ് കാര്യമായിട്ട് വരാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മുറിവ് കരിയുന്നതാണെങ്കിൽ സാധാരണ മുറിവുണ്ടെങ്കിലാണ് മുറിവ് കരിയുന്നതിന്റെ താമസത്തെ കുറിച്ച് അറിയിക്കും. ഇതിനകത്ത് കാര്യമായ മുറിവില്ലാത്തത് കൊണ്ട് തന്നെ ഹീലിംഗ് വളരെ പെട്ടെന്നായിരിക്കും. മറ്റേത് മുറിവായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ വരാം, അല്ലെങ്കിൽ അവിടെ ഒരു ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നതായിട്ടുള്ള വിഷമങ്ങൾ വരാം, മുറിവ് പഴുക്കുമോ എന്നുള്ള ഒരു പേടി, അങ്ങനത്തെ ഒരു കാര്യങ്ങളും വളരെ ചുരുങ്ങിയ ഒരു അളവിലേക്ക് വരുത്താനായിട്ട് ഈ കീഹോൾ സംവിധാനം കൊണ്ട് സാധിക്കും. പിന്നീട് ഈ ഒരു സൈഡിൽ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും
രണ്ട് സൈഡിലാണെങ്കിലും ഓപ്പൺ ഓപ്പറേഷനിൽ മൊത്തമായിട്ടാണ് തുറക്കുന്നത്. അപ്പൊ രണ്ടാമത് പോയിട്ട് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ ചെയ്തൊരു സ്ഥലത്ത് പിന്നെയും ചെന്നിട്ട് തുറക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു വ്യത്യാസം ഇതിനകത്ത് വളരെ കുറഞ്ഞിരിക്കും. ഇപ്പൊ ഒരു സൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് മറ്റേ സൈഡ് നോർമലായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് രണ്ടാമതൊരു പ്രാവശ്യം ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുന്നത് അത്ര കണ്ട് പാടുണ്ടാവില്ല. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഹാഫ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഏരിയയിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളൂ, അല്ലാതെ മൊത്തം സ്കാർ പിന്നെയും ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ല. വളരെ നന്ദിയുണ്ട് സാർ. സാറിന്റെ വളരെ തിരക്കേറിയ സമയം കാലനി പീപ്പിളിനോട് സഹകരിച്ചും എറണാകുളത്ത് നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പുതിയൊരു ടോപ്പിക്കായ ലാപ്രോസ്കോപ്പിക് സർജറി, പ്രത്യേകിച്ച് തൈറോയിഡ് മുഴകൾക്ക് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.